നമസ്കാരം. എജുവേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഠനം പാതിവഴിയിൽ മുടങ്ങിയവർക്ക് ഏതു പ്രായത്തിലും തുടർ പഠനം സാധ്യമാക്കുന്ന കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ തുല്യതാ കോഴ്സുകളിലേക്കുള്ള രജിസ്ട്രേഷൻ സംബന്ധിച്ച കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4ാം തരം തുല്യത, 7ാം തരം തുല്യത, 10ാം തരം തുല്യത കൂടാതെ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളാണ് സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കി വരുന്നത്. 10ാം തരം തുല്യത 2026-27 ബാച്ചിലേക്കും ഹയർ സെക്കൻഡറി തുല്യത 2026-28 ബാച്ചിലേക്കും അഡ്മിഷൻ ആരംഭിക്കുകയാണ്. 2026 മെയ് 5 മുതലാണ് കോഴ്സുകളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. ആദ്യം 10ാം തരം തുല്യതാ കോഴ്സിനെ കുറിച്ച് നോക്കാം. 17 വയസ്സും അതിൽ കൂടുതലുമുള്ള 7ാം ക്ലാസ് അല്ലെങ്കിൽ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ 7ാം ക്ലാസ് തുല്യതാ കോഴ്സ് പാസ്സായവർ, 8ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും ഇടയിൽ പഠനം നിർത്തിയവർ കൂടാതെ SSLC പരാജയപ്പെട്ടവർക്കും ഈ കോഴ്സിന് അർഹതയുണ്ടായിരിക്കുന്നതാണ്. മലയാളം മീഡിയത്തിൽ ആരംഭിച്ച ഈ കോഴ്സ് ഇപ്പോൾ കന്നഡയിലും തമിഴിലും ലഭ്യമാണ്. 10ാം തരം തുല്യതാ കോഴ്സ് വിജയിക്കുന്നവർക്ക് ഉപരിപഠനത്തിനും 10ാം ക്ലാസ് യോഗ്യതയുള്ള PSC നിയമനങ്ങൾക്കും നിലവിൽ സർക്കാർ ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റത്തിനും അർഹതയുണ്ടായിരിക്കും. SSLCക്കുള്ള എല്ലാ വിഷയങ്ങളും 10ാം തരം തുല്യതാ കോഴ്സിനും ഉണ്ടായിരിക്കും. SSLC പാഠ്യപദ്ധതിയുടെ തുല്യത അവകാശപ്പെടാവുന്ന രീതിയിലാണ് 10ാം തരം തുല്യതാ കോഴ്സിന്റെ പാഠ്യപദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. കോഴ്സിന്റെ മറ്റു വിവരങ്ങളെക്കുറിച്ച് ആധികാരികമായി അറിയുന്നതിന് ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. എല്ലാ ജില്ലകളിലെയും സാക്ഷരതാ മിഷൻ ഓഫീസുകളുടെ അഡ്രസ്സും ഫോൺ നമ്പറും വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. ഇനി ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിനെ കുറിച്ച് നോക്കാം. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഗ്രൂപ്പുകളാണ് ഹയർ സെക്കൻഡറിക്ക് ആരംഭിച്ചിട്ടുള്ളത്. ഔപചാരിക വിദ്യാഭ്യാസത്തിലെ ഹയർ സെക്കൻഡറി കോഴ്സിന് സമാനമായ പാഠ്യപദ്ധതിയായിരിക്കും ഹയർ സെക്കൻഡറി തുല്യതാ പഠന കോഴ്സിനും ഉണ്ടായിരിക്കുക. കോഴ്സിൽ ചേരുന്നതിനുള്ള യോഗ്യതകൾ നോക്കാം. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന 10ാം തരം തുല്യതാ പരീക്ഷ വിജയിച്ചവർ, SSLC വിജയിച്ചതിന് ശേഷം പഠനം നിർത്തിയവർ, +2 പ്രീ ഡിഗ്രി പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തിയവർ, പരീക്ഷയിൽ പരാജയപ്പെട്ടവർ എന്നിവർക്ക് കോഴ്സിൽ ചേരുന്നതിന് അർഹതയുണ്ട്. എന്നാൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തുന്ന 10ാം തരം തുല്യതാ പരീക്ഷ വിജയിച്ചവരൊഴികെ മറ്റെല്ലാവർക്കും രജിസ്ട്രേഷൻ സമയത്ത് 22 വയസ്സ് പൂർത്തിയായിരിക്കണം. സംസ്ഥാന ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡാണ് പൊതുപരീക്ഷ നടത്തുന്നത്. പഠിതാക്കളുടെ എണ്ണമനുസരിച്ച് അതത് ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് ഔപചാരിക തലത്തിലുള്ള ഹയർ സെക്കൻഡറി വിജയിച്ചവരെ പോലെ തന്നെ ഉപരിപഠനത്തിന് അർഹതയുണ്ട്. കൂടാതെ ഹയർ സെക്കൻഡറി യോഗ്യതയുള്ള PSC നിയമനങ്ങൾക്കും നിലവിൽ സർക്കാർ സർവീസിലുള്ളവർക്ക് സ്ഥാനക്കയറ്റത്തിനും അർഹതയുണ്ടായിരിക്കുന്നതാണ്. 10ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ പഠിതാക്കൾക്കായി സമ്പർക്ക പഠന ക്ലാസുകൾ അതത് ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ എല്ലാ ഞായറാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലും നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന അതത് ജില്ലകളിലെ സാക്ഷരതാ മിഷൻ ഓഫീസുമായി ബന്ധപ്പെടുക. ഇതുപോലെ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ തുല്യതാ കോഴ്സുകളെ കുറിച്ചുള്ള വിവരങ്ങളും 10ാം തരം തുല്യത, +1, +2 തുല്യതാ ക്ലാസുകളും മുൻവർഷ ചോദ്യപേപ്പർ വിശകലനവും കൂടാതെ കേരള PSCയുമായി ബന്ധപ്പെട്ട ക്ലാസുകളും ചാനലിൽ ലഭ്യമാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.